ഗാന്ധിയുടെ തല അറുത്തുമാറ്റി ഗോഡ്സെ ഭക്തന്മാരെ പ്രതിഷ്ഠിച്ച ഈ നടപടിക്കെതിരെ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഭയാനകമായ നിശബ്ദത, അടിമസമാനമായ വിധേയത്വം എന്തേ നമ്മൾ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല? സംഘപരിവാറിനെ പ്രതിരോധിക്കുന്ന ഞങ്ങളാണെന്നുള്ള സംഭവം വേണ്ട. ഇവിടെ രോഹിത് വെമുല ആത്മഹത്യ ചെയ്തപ്പോ ഹൈദരാബാദ് ജെക്സി തോമസ്, ഇതിനകത്ത് CPM-ന് മാതൃകയുണ്ട് എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ വി ആർ അനൂപ് സമർത്ഥിക്കുന്നത്. CPM-ന് എന്താണ് മാതൃക? ഭരണത്തിൽ പിണറായി വിജയൻ ഒരു തീരുമാനമെടുത്താൽ അത് എല്ലാം കൊണ്ടും ശരിയായിരിക്കും എന്ന ഒരു മുൻബുദ്ധിയോട് കൂടിയുള്ള സമീപനമാണ് എക്കാലത്തും ഇടത് സർക്കാർ, പ്രത്യേകിച്ച് പിണറായി സർക്കാർ രണ്ടും സ്വീകരിച്ചു പോകുന്നത്. അതിന്റെ തിക്തഫലമാണ് നിങ്ങൾ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നത് എന്നൊക്കെയാണല്ലോ അവരുടെ വിമർശനങ്ങൾ. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു വിവാദം വന്നു, ഒരു നേരം അങ്ങ് ഇരുട്ടി വെളുത്തപ്പോഴേക്ക് ആ വിവാദത്തിന്റെ ഒരു സാങ്കത്യം മനസ്സിലാക്കി, ഗൗരവം മനസ്സിലാക്കി സർക്കാർ തിരുത്തുകയാണ്. ആ തിരുത്തൽ ഒരു മാതൃകയാണ്. ജെക്സി തോമസ്, മറുപടി. അതെ, ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധിയുടെ വാദം, അതിൽ എനിക്കിപ്പോ അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഞാൻ ആദ്യമല്ല കേൾക്കുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്കതിൽ തെല്ലും അതിശയോക്തിയില്ല, തെല്ലും അത്ഭുതമില്ല, ഒട്ടും അസാധാരണത സൃഷ്ടിക്കുന്നതല്ല അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹം എന്നോട് പറയുകയാണ്, പിണറായി വിജയനല്ല മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ഇടതുപക്ഷക്കാർ, വിശിഷ്യ CPM-കാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇത് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, അസാധാരണമായ തിരിച്ചടി ഞങ്ങൾക്ക് നേരിടേണ്ടതായി വന്നു. ആ ജനവിധിയെ ഉൾക്കൊള്ളുന്ന എല്ലാവിധ മര്യാദയോടുകൂടെയും വിനയാനത്തമായ മനസ്സോടുകൂടെയും സ്വീകരിച്ച് ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെ പ്രവർത്തിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ്, തിരുത്തൽ പ്രക്രിയകളിലാണ് CPM ഇടതുപക്ഷം ഏർപ്പെട്ടിരിക്കുന്നത്. അത് ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ മുഖ്യമന്ത്രി ശ്രീയുടെ പേര് പിണറായി വിജയൻ എന്നല്ല എന്ന് അങ്ങ് എന്നെ പഠിപ്പിക്കുന്നതിന് പകരം എനിക്ക് തോന്നുന്നു അങ്ങ് അതൊരു 10 തവണ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആവർത്തിച്ച് അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ പേരൊന്ന് ഊട്ടി ഉറപ്പിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണ്, ഇവിടെ UDF-ന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. നിങ്ങൾ പറയുന്നത് പോലെ ഹണിമൂൺ പീരീഡോ കൂളിംഗ് ടൈമോ ഒക്കെയാണല്ലോ. ഇതിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ 26 28 ദിവസം പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ തീരുമാനങ്ങളുടെ യാത്രയല്ല, ഇത്തരം തിരുത്തിൽ പോകേണ്ട തീരുമാനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്, ഇല്ലേ? എന്നിട്ട് അതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുമ്പോഴോ കയ്യോടുകൂടെ ഒരു മോഷണം, ഒരു തെറ്റ് പിടികൂടപ്പെടുമ്പോൾ ആ പിടികൂടിയ തെറ്റ് ജനകീയ സമ്മർദ്ദത്തെ തുടർന്നും പ്രതിപക്ഷ സമ്മർദ്ദത്തെ തുടർന്നും രാഷ്ട്രീയ വിമർശനങ്ങളെ തുടർന്നും തിരുത്തേണ്ടതായിട്ട് വരുമ്പോൾ അദ്ദേഹം നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ പിണറായി അല്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്നിട്ട് എന്ത് പറയുകയാണ്? തിരുത്തലാണ് ജനാധിപത്യത്തിന്റെ സത്ത. ജനാധിപത്യത്തിന്റെ സത്തയെ സംബന്ധിച്ച് പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് തന്നെയാണ്. ജനാധിപത്യത്തിന്റെ സത്തയും വിയോജിപ്പുകളുടെ പ്രത്യേകതയൊക്കെ സംബന്ധിച്ച് എത്ര വിശ്വോത്തര സംഭാവനകൾ നൽകിയ മഹാരഥന്മാരെ ഒക്കെ ഓർമ്മിപ്പിച്ച് നമുക്ക് സംവാദം നടത്താം, ഒരു തർക്കവും. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം ജനാധിപത്യത്തിന്റെ സത്തയല്ല. ഇവിടെ പ്രശ്നം ലോകമെമ്പാടുമുള്ള കോടാനുകോടി വരുന്ന വിശ്വാസികളുടെ ഏറ്റവും സുപ്രധാനമായ തീർത്ഥാടന കേന്ദ്രം, ആ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ നിന്ന് സ്വർണം കട്ട കേസിലെ പ്രതിയുടെ വക്കാലത്തെടുത്ത അഭിഭാഷകനെ നിങ്ങൾ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനാക്കി മാറ്റാൻ ശ്രമിച്ചു. അതാണ് പ്രശ്നം. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ റൂസ്വെൽറ്റിനെ ഉദ്ധരിക്കുകയും നെഹ്റുവിന്റെ കാര്യം പറയുകയും വർത്തമാനത്തിൽ നെഹ്റുവും പ്രവൃത്തിയിൽ മോഡിയുമായി തീരുന്ന പണി നിങ്ങൾ നടത്തരുത്. പ്രശ്നം എന്താണ്? പ്രശ്നം അമ്പലക്കള്ളന്റെ വക്കീലിനെ എടുത്ത് നിങ്ങളുടെ സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനാക്കി. അതൊരു ടങ് സ്ലിപ്പ് അല്ല, സാങ്കേതികമായി സംഭവിച്ച ഒരു പ്രശ്നമല്ല. എന്തുകൊണ്ട് പ്രശ്നമല്ല? ഏഴ് വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട് ഈ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീഡിംഗ്സിനകത്ത്. AG-യുടെ ഓഫീസ് മുതൽ ക്യാബിനറ്റും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും CMO-യും വരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ 7 പ്രധാനപ്പെട്ട കടമകളുണ്ട്. ആ 7 കടമകൾ കടന്നു നിയമമന്ത്രി, AG, നിയമമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ക്യാബിനറ്റിലെ മുഴുവൻ ആളുകളും അടങ്ങുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എല്ലാരും കണ്ടിട്ടാണ് നിങ്ങൾ ഈ പേരിന്റെ താഴെ ഒപ്പ് ചാർത്തി ഇതൊരു ഓർഡറാക്കി ഇറക്കിയത്. ആ ഒപ്പിടുമ്പോ എന്തേ നിങ്ങൾക്ക് കൈവറച്ചില്ലേ? ഒരു അമ്പലക്കള്ളന്റെ വക്കീലിനെ എടുത്ത് കേരളത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിന്റെ അഭിഭാഷകനാക്കാൻ നേരത്ത് എന്തേ നിങ്ങൾക്ക് തിരുത്താൻ തോന്നിയില്ല? എന്തേ നിങ്ങൾ ആലോചന നടത്തിയില്ല? അവിടെയാണ് ന്യായമായും ബലമായും ഞങ്ങൾക്ക് സംശയിക്കേണ്ടതായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഈ കേസ് അട്ടിമറിക്കാൻ, ഈ കേസിന്റെ അസ്ഥിവാരം തോണ്ടാൻ SIT-യും ഹൈക്കോടതി സ്വമേധയാ തീരുമാനിച്ചിട്ടുള്ള SIT-യും ആ SIT-യുടെ പിന്തുണയോടുകൂടി രൂപീകരിക്കപ്പെട്ട ഈ കേസ് അന്വേഷണത്തിന്റെ വ്യത്യസ്ത പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, അതെല്ലാം ഹൈക്കോടതിയുടെ അംഗീകാരത്തോടു കൂടിയുള്ള ഘട്ടങ്ങൾ. ആ ഫയലിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അമ്പലക്കള്ളന്മാർക്ക് വേണ്ടി ചോർത്തിക്കൊടുത്ത പണിയാണോ UDF ചെയ്തത്? ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ആ ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് തിരുത്തല്ലേ, ജനാധിപത്യത്തിന്റെ ഉത്കൃഷ്ടതയല്ലേ, നെഹ്റു മുതൽ റൂസ്വെൽറ്റ് വരെയുള്ള ആളുകളെ നിങ്ങൾക്ക് നോക്കിക്കൂടെ? അതിന്റെ കേരളീയ മുഖമാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാർ. നിങ്ങൾ എല്ലാവരും നിന്ന് തിരുത്താൻ തയ്യാറായ ഞങ്ങളെ ഇരുന്ന് ആദരിക്കണം, ഞങ്ങളെ അങ്ങ് ബഹുമാനിക്കണം, ഞങ്ങളെ അങ്ങ് പുകഴ്ത്തണം, അല്ലേ? ഇതല്ലേ ഇവരുടെ സമീപനം? ആങ്കർ ഫലപ്രദമായ ഒരു ചോദ്യം ചോദിച്ചു. ഈ കേസിൽ മാത്രമാണോ, നിയമന കാര്യത്തിൽ മാത്രമാണോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം
ശേഷം എത്രയെത്ര തീരുമാനങ്ങളുണ്ട്. സത്യസന്ധമായി രാഷ്ട്രീയത്തെ വിശകലനം ചെയ്താൽ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാവുന്ന സ്ഥലമാണ് ഇല്ലേ? മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള MG സർവകലാശാല കേരളത്തിലെ സംസ്ഥാന നിയമസഭ വഴി സ്ഥാപിതമായ സർവകലാശാലയാണ്. ആ ഗാന്ധിയുടെ സർവകലാശാലയിൽ ഗോഡ്സെ ആരാധിക്കുന്ന 19 പേരെയും ഗോഡ്സെ ആരാധകനായ വൈസ് ചാൻസലറും എങ്ങനെ വന്നു? ഗാന്ധി സർവകലാശാലയിൽ മിണ്ടിയിട്ടുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? മിണ്ടിയിട്ടുണ്ടോ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി? കേരളയിലും കാലിക്കറ്റിലും ഇതേപോലെ ഗോഡ്സെ ആരാധക സംഘത്തെ നിർത്താൻ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും തിരികെ കയറ്റാൻ കേരളത്തിലെ ഗവർണർ ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ ഉയിര് കൊടുത്ത് നിയമ പോരാട്ടം നടത്തി. പ്രതിപക്ഷ തെരുവുകളിലും സർവകലാശാലയ്ക്കകത്തും നിയമപരമായും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സർക്കാരും പോരാട്ടം നടത്തി. ഇപ്പോഴോ നാവ് കാശിക്ക് പോയെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിക്കണം. ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ്? നമ്മുടെ കോൺഗ്രസ് പ്രതിനിധികൾ അത്ര നിലവാരത്തോളം എത്തുന്നില്ലെങ്കിലും മുഖ്യമന്ത്രി പറയുന്നത് ഇപ്പോ കുസാറ്റിൽ നിന്നും ഒരു RSSകാരൻ ഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ കസേരയിൽ ഇരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതിന് കാരണം പിണറായി വിജയനാണ്, അതിന് കാരണം ഇടതുപക്ഷമാണ്. 19 സെനറ്റ് അംഗങ്ങൾ. സഹപാനലിസ്റ്റായി ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ അറിയാൻ പാടില്ലാത്ത പേരല്ല പ്രമീള ദേവി ഇല്ലേ? ആരാണ്? BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ഇല്ലേ? RSSന്റെ അഭിഭാഷക സംഘടനയുടെ നേതാവ് ശങ്കർ റാം. ഇവരൊക്കെ എങ്ങനെയാണ് MG സർവകലാശാല ഗാന്ധിയുടെ നാമധേയത്തിലുള്ള സർവകലാശാലകളുടെ തലപ്പത്ത് എങ്ങനെ എത്തി? അങ്ങനെ എത്തിയപ്പോഴോ ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ്? അങ്ങേയറ്റം വിരോധാഭാസമായ മറുപടി നമുക്ക് കാണാൻ കഴിയും. ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ്? PM ശ്രീ മുതൽ സർവകലാശാല വരെ നീണ്ടു നിൽക്കുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴോ ഞങ്ങൾ ഗവർണറുമായി സംഘർഷത്തിനില്ല, ഞങ്ങൾ കേന്ദ്ര സർക്കാരുമായി പോരാട്ടത്തിനില്ല, ഞങ്ങൾ ഭരിക്കാനാണ്. എങ്ങനെ ഭരിക്കാനാണ്? ഗോഡ്സെയെ ഒക്കെ തിരുത്തി ഗാന്ധിയുടെ തലപ്പൊക്കത്ത് കയറ്റി ഇരുത്തിയിരിക്കുന്നു. അങ്ങനെ കേരളം ഭരിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഞാൻ ഒറ്റക്കാരി കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാദം വിട്ടോളാം. ഈ നിശബ്ദതയ്ക്ക്, ഈ നിഷ്പക്ഷതയുടെ പ്രത്യേകത എന്താണ്? ഈ ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഗവർണർക്കെതിരെ ഇല്ല, കേന്ദ്ര സർക്കാരിനെതിരെ ഇല്ല, RSSകാർ VC ആയിട്ടും വൈസ് ചാൻസലറായിട്ടും സെനറ്റ് മെമ്പറായിട്ടും PM ശ്രീ വരെയും ഞങ്ങൾ തുടരുമെന്ന് പറയുമ്പോൾ പറയേണ്ട ഏറ്റവും പ്രസിദ്ധമായ ഒരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിംഗ് എന്ന് പറയുന്ന ആഫ്രിക്കൻ ആർച്ച് ബിഷപ്പായ ഡെസ്മണ്ട് ടുട്ടു ആണ്. ഡെസ്മണ്ട് ടുട്ടുവിനോട് ചോദിക്കുന്നുണ്ട്, ആനയും ഉറുമ്പും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു, നിങ്ങൾ എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പ്രതികരണമുണ്ട്. എന്താണ്? ആനയും ഉറുമ്പും തമ്മിലുള്ള സംഘർഷത്തിൽ ഞാൻ ഇടപെടാറില്ല, ഞങ്ങൾ സംഘർഷത്തിൽ ഇടപെടുന്നത് ഞങ്ങളുടെ പണിയല്ല, ഞങ്ങൾ ഒരു യുദ്ധത്തിനില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ്? ബലവാന്റെ ബലത്തെ കണ്ട് ദുർബലനെ ഒറ്റുകൊടുക്കുന്ന ഒറ്റുകാരുടെ പക്ഷത്താണ് നിങ്ങൾ. അതായത് ഗാന്ധി സർവകലാശാലയിൽ ഒരു ഗോഡ്സെ ആരാധകൻ വരുന്നു, 19 സെനറ്റ് മെമ്പർമാർ വരുന്നു, RSSകാർ കേരളത്തിന്റെ സർവകലാശാലകളെ തകർക്കുന്നു, ഭരിക്കുന്നു, PM ശ്രീയിൽ ഒപ്പിടുന്നു. അതിന്റെ ഒക്കെ ചോദ്യത്തിന് മുമ്പിൽ നിങ്ങൾ എന്താ ഇങ്ങനെയെന്ന് പറയുമ്പോ നട്ടല് വളയുന്ന മുട്ടലിറയുന്ന നിങ്ങൾ അതിനു മുമ്പിൽ നിശബ്ദരാവുകയാണ്. ഇല്ല, എനിക്ക് ദീർഘമായ സമയം അനുവദിച്ച് മറുപടി പറയണമെന്ന് എനിക്കില്ല. പക്ഷെ ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ആങ്കർ എന്ന നിലയിൽ അങ്ങ് രണ്ടാമത് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് എനിക്ക് ആഗ്രഹം തോന്നിയ ഒരു കാര്യം ഞാൻ പങ്കുവെക്കട്ടെ. അതായത് ബഹുമാനിയായ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് രാഷ്ട്രീയ വിമർശനത്തെ മുൻനിർത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഇതിപ്പോൾ അദ്ദേഹം പിന്നെയും പറയുന്നത് എന്താണ്? ഞങ്ങൾ ഒരു എത്തിക്കൽ സ്റ്റാൻഡ് എടുത്തു, ഞങ്ങൾ ധാർമ്മികമായ ഒരു നിലപാടെടുത്തു. ഇത് ധാർമ്മികതയുടെ പ്രശ്നം മാത്രമാണോ? ഇത് നമ്മുടെ നാട്ടിൽ എന്താണ്? വേണമെങ്കിൽ ഉദാഹരണം അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്, കേരളത്തിന്റെ പൊതുസമൂഹം പൊതുമനസാക്ഷി ഒന്നടങ്കം, അപൂർവം ചില നരാധമ സംഘം ഒഴിച്ചു നിർത്തിയാൽ പൊതുമനസാക്ഷി എല്ലാവരും കേരളത്തിൽ ആക്രമിക്കപ്പെട്ട ഇരയാകേണ്ട വന്ന ചലച്ചിത്ര താരത്തോടൊപ്പമായിരുന്നു ഇല്ലേ? പക്ഷേ ആ കേസിൽ ആ പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനെ സർക്കാർ വക്കീലാക്കി നിയമിച്ചാൽ എങ്ങനെയിരിക്കും? എന്തായിരിക്കും കേരളത്തിന് മുമ്പിൽ അത്തരമൊരു നിയമനം നടത്തുന്ന സർക്കാർ, അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി, അതിന്റെ നേതാക്കന്മാരൊക്കെ നേരിടേണ്ട വിമർശനം എന്തായിരിക്കും? ഇത് കേസതാണ്. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച അമ്പലക്കള്ളന്മാരുടെ വക്കീലിനെ ദീർഘമായ സൂക്ഷ്മ പരിശോധനയിലൂടെ സർക്കാർ അഭിഭാഷകനാക്കി മാറ്റി. അത് തിരുത്തിയില്ലേ? ഞങ്ങൾ എന്തോ വലിയ തരത്തിലുള്ള നിലപാടെടുത്തില്ലേ? ഇനിയും ഞങ്ങളെ ശ്ലാഘിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ശ്ലാഘിക്കാൻ കഴിയും? തലച്ചോർ പണയം വെച്ചിട്ടില്ലാത്ത ഏതു മലയാളിക്ക് ശ്ലാഘിക്കാൻ കഴിയും എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്. അത് മാത്രമോ, ഞാൻ അതിന്റെ തുടർച്ചയിൽ എത്ര കാര്യങ്ങൾ ഈ 26 ദിവസക്കാലം നീണ്ടു നിൽക്കുന്നു എന്ന് പറയുന്ന കൂളിംഗ് ടൈമിലെ എത്ര കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഞെട്ടലോട് കൂടിയിട്ടല്ലേ നമുക്ക് കേൾക്കാൻ കഴിയുക? ഗാന്ധി സർവകലാശാലയിൽ കേരളത്തിൽ ആദ്യമായി സംഘപരിവാർ ആഭിമുഖ്യമുള്ള അധ്യാപകർക്ക് സംഘടനാ രൂപമുണ്ടാക്കിയ ഒരു RSS വിധേയത്വമുള്ള ഒരാൾ, ഒരു ഗോഡ്സെ ഭക്തൻ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ആയിരിക്കുന്നു. ആ കോൺഗ്രസിന് പ്രതികരണമില്ല. ഈ കരുതലോടുകൂടെ വിമർശിച്ച മാധ്യമ പ്രവർത്തകരെങ്കിലും പൊതിഞ്ഞുകൊണ്ടെങ്കിലും കോൺഗ്രസിനെ ഒന്ന് വിമർശിക്കുമെന്ന് ഞാൻ കരുതി. അങ്ങേക്കും എനിക്കും അറിയത്തില്ലാത്ത സ്ഥലമാണോ ഗാന്ധി സർവകലാശാല? അങ്ങേക്കും എനിക്കും അറിയത്തില്ലാത്ത ആളുകളാണോ ആ 19 അംഗ സെനറ്റിലേക്ക് വന്നത്? എന്തേ അങ്ങ് ആ വിഷയത്തിൽ കോൺഗ്രസ് കാലയളവിൽ ഗാന്ധിയുടെ തല അറുത്തുമാറ്റി ഗോഡ്സെ ഭക്തന്മാരെ പ്രതിഷ്ഠിച്ച ഈ നടപടിക്കെതിരെ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഭയാനകമായ നിശബ്ദത,
അടിമ സമാനമായ വിധേയത്വം എന്തേ നമ്മൾ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല? എന്തേ അതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഒരു പ്രതികരണം ഇല്ല? ഗാന്ധി കോൺഗ്രസ് നേതാവാണെങ്കിലും ആ ഗാന്ധി മാറ്റിയിട്ടാണ് ഇവിടെ സമയം പരിമിതമാണ്. വേഗത്തിൽ അനൂപ്. അല്ല, ഇവിടെ ചർച്ച അവസാനിക്കാൻ പോവാണ്, എനിക്കത് പ്രതികരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഇവിടെ അദ്ദേഹം നിരന്തരം പറയുന്നുണ്ട് എന്തോ ഒരു വലിയ കാര്യം പോലെ സംഘപരിവാറിനെ ഞങ്ങൾ പ്രതിരോധിച്ചു, സംഘപരിവാറുകാരൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ VC ആയി വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതറിയാത്ത ആളുകൾ വിചാരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തുമാത്രം ആത്മാർത്ഥമാണ്, സംഘപരിവാർ വരുന്നതിൽ എന്തൊരു വലിയ പ്രശ്നമുള്ള ആളാണെന്ന്. എന്താ യാഥാർത്ഥ്യം? ഇവർ ഭരിച്ച കാലത്ത് വരുന്ന VC-കൾ ആരൊക്കെയായിരുന്നു? ഡോക്ടർ മോഹൻ കുന്നുമ്മൽ, ആരോഗ്യ സർവകലാശാലയുടെ VC. ആദ്യത്തെ തവണയല്ല ജയിക്കേ, ഇങ്ങനെ പച്ച നുണ പാലിൽ കലക്കി പറയല്ലേ. ഇവിടെ നിങ്ങൾ ഭരിച്ചപ്പോ വന്ന എത്ര നിയമനങ്ങളുണ്ട്? ഇവിടെ യാഥാർത്ഥ്യം പറയട്ടെ ജയിക്കേ, ഞാൻ പറയട്ടെ ഇത്ര സമയം എടുത്തില്ലേ? ഞാൻ പറയട്ടെ, ശരിയല്ല, മര്യാദയല്ല ജയിക്കേ, ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ആക്കട്ടെ. അല്ല, ഞാൻ പറയാലോ, ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വരികയാണ്, ഞങ്ങളുടെ തുടക്കമാണ്. 10 വർഷമായി ഇവിടെ സംഘപരിവാർ നടത്തിയ കാവ്യവൽക്കരണത്തിന്റെ ഒരു വലിയ നിരയുണ്ട്. ആരാ വിദ്യാഭ്യാസ മന്ത്രി എന്ന് ജയിക്കലറിയോ? രോഹിത് വെമുല കാലത്ത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് സംഘപരിവാറിനെതിരെ ഐക്യനിര സാധ്യമാക്കിയ റോജി എം ജോൺ, അന്നത്തെ NSUവിന്റെ നേതാവാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഒരു സംശയവും വേണ്ട. വിദ്യാഭ്യാസ മന്ത്രി ചിലപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാവ്യവൽക്കരണ ശ്രമങ്ങൾ അനുവദിക്കില്ല. ഒരു സംശയം വേണ്ട. അല്ലല്ല, നിങ്ങളെ അതൊന്നും വേണ്ട. സംഘപരിവാറിനെ പ്രതിരോധിക്കുന്ന ഞങ്ങളാണെന്നുള്ള സംഭവം ഒന്നും വേണ്ട. ഇവിടെ രോഹിത് വെമുല ആത്മഹത്യ ചെയ്തപ്പോ ഹൈദരാബാദ് നിക്ക് ഇത് മര്യാദകേട് കാണിച്ചാൽ ഇനി മര്യാദകേടിന്റെ ഭാഷയിൽ എനിക്ക് സംസാരിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഞാൻ മര്യാദകേട് കാണിച്ചു പറയരുത്. പ്രസംഗം ഇവിടെ ശരിയല്ല. അല്ല, ഞാനേ ജയിക്കിന്റെ ഞാൻ പറയട്ടെ, ജയിക്ക് മിണ്ടാതിരിക്കേ, ജയിക്കിന്റെ കഥാപ്രസംഗം അവിടെ നിർത്ത്. ജയിക്ക് പറയുന്ന സുദീർഘമായ സമയത്ത് ഞാൻ മിണ്ടാതിരുന്ന ആളാ, കൈയും കേട്ടിരുന്ന ആളാ. ഞാൻ പറയുന്നത് ജയിക്ക് കേട്ടിരിക്കേ, അതല്ല, അത് കയ്യിൽ വെച്ചാൽ മതി. അത് കയ്യിൽ വെച്ചാൽ മതി. ജയിക്ക് പറയുന്നത് കേട്ടിരിക്കുക, ഞാൻ പറയുമ്പോൾ കയറി ഇടപെടുക, അതൊന്നുമില്ലല്ലോ. ജയിക്ക് എത്ര മിനിറ്റ് എടുത്ത് സംസാരിച്ചു? ഒരക്ഷരം ജയിക്ക് പറയുന്ന ഞാൻ നെഹ്റുവിനെ കുറിച്ച് പറയാൻ പാടില്ല, ഞാൻ അത് പറയാൻ പാടില്ല. പ്രതികരിക്കല്ലേ നിങ്ങളെ കേട്ടു, ഞാൻ കേട്ടു. തിരിച്ചു പറഞ്ഞു ജയിക്ക്. ആരാരെ തിരിച്ചു പറഞ്ഞ പ്രശ്നം? ഞാൻ പറയുന്നത് ജയിക്കേക്ക്. ഇവിടെ ജയിക് സി തോമസ് ഉൾപ്പെടെ ഇവിടുത്തെ CPM-കാർ നിരന്തരം ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പച്ച നുണയുണ്ട്. സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നത് ഞങ്ങളാണ്. നിങ്ങളുടെ പ്രതിരോധമൊക്കെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ സഹായിച്ചത് ഞങ്ങളല്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഏറ്റു പറയേണ്ടി വന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ, അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് നിങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. സംഘപരിവാറിനെതിരെ സുദീർഘമായൊരു പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള രോഹിത് വെമുല ഇന്ത്യൻ ക്യാമ്പസുകളെ ത്രസിപ്പിച്ച സമയത്ത് അത്തരമൊരു സമരത്തിന് നേതൃത്വം നൽകിയ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധിയെ അടക്കം കൊണ്ടുവന്ന് അങ്ങനെ ഒരു വിദ്യാർത്ഥി വിദ്യാഭ്യാസ മന്ത്രി ജോർജ് പടിപ്പാറയിലേക്ക് പോവാണ്. ഒരു വാക്ക് പറയുവോ ഹൈദരാബാദ് സമരം നയിച്ച നേതാവും അങ്ങയും ഒക്കെ? അതാ ചോദ്യം. വാക്കല്ലോ, ഒരു വാക്കല്ലോ, ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ജയിക്കെ, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒരു സോഫ്റ്റും ഇല്ല. ഓരോ നേതാവിനും ശൈലി ഉണ്ടാവും. ശിവൻകുട്ടിയെ പോലെ മുണ്ട് പൊക്കി കാണിക്കാൻ റോജി എം ജോണിന് കഴിയില്ല. റോജി എം ജോണിന്റെ ശൈലി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സാധ്യമായ ഭാഷയിലാ. അല്ലല്ല, പിന്നെ എന്താ ഒരു വാക്ക് പറയൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? റോജി എം ജോൺ മാന്യമായി സംസാരിക്കേണ്ട ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. റോജി എം ജോൺ ശിവൻകുട്ടിയാണോ? ശരി, എവിടെയുമില്ല. സർക്കാർ കോടതിയിൽ പോകുന്നു ഇതുവരെ പറഞ്ഞോ? MG സർവകലാശാലയിലെ മറുപടി ഉണ്ട്, കേൾക്കാം.